ഹലോ, ഗുഡ് മോർണിംഗ്. ഇന്നതേ ഇച്ചിരി ചായാമൻസ് ചീര തോരൻ വെക്കാൻ പോവുകയാണേ. നമ്മൾ ആ കനാലിൻ്റെ സൈഡിലൊരു കമ്പ് കുത്തി വെച്ചിരുന്നു. അപ്പോൾ അത് കിളിർത്ത് നല്ലതായിട്ട് ഇലയായി. അപ്പോൾ ഞാനത് പറിച്ചുകൊണ്ട് വന്നിട്ട് ഞാൻ ഇച്ചിരി വെള്ളത്തിൽ മഞ്ഞൾപ്പൊടി ഇട്ട് വെച്ച് നമുക്ക് ഈ ഇല ഇതിനകത്തൊന്ന് ഒരു 5-10 മിനിറ്റ് ഒന്ന് മുക്കി വെക്കാം. എന്തെങ്കിലും പുഴുവോ വിഷാംശമോ വല്ലതും ഉണ്ടെങ്കിൽ അതിൻ്റെ ഇതൊക്കെ അങ്ങ് പോകട്ടെ. നമുക്കിങ്ങനെ മുക്കി വെച്ച് നല്ലതായിട്ട് 3-4 വെള്ളത്തിൽ കഴുകിയെടുക്കാം. എന്നിട്ട് തോർത്തി വെച്ചിട്ട് അരിഞ്ഞെടുക്കാം. അപ്പം ഞാനത് അരിഞ്ഞ് മാറ്റി വെച്ചു. തോരന് നമ്മൾ തേങ്ങ, ജീരകം, പിന്നെ 2 പച്ചമുളക്, ഒരു 2 കഷ്ണം വെളുത്തുള്ളി എല്ലാം കൂടെ ഒന്ന് ചതച്ചെടുക്കാമേ. ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇടണം. മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് നമുക്ക് ചതച്ചെടുക്കാം. കണ്ടോ, നമ്മൾ തോരന് ചതച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ചീരയും ഒരു സവാള അരിഞ്ഞു, ഇച്ചിരി പരിപ്പ് വേവിച്ച് വെച്ചു. നമ്മൾ ചീനിച്ചട്ടി വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഒരിച്ചിരി കടുക്, പിന്നെ ചെറിയ ഉള്ളി അരിഞ്ഞത്, പിന്നെ ഒരു 2-3 വറ്റൽമുളക് മുറിച്ചത് എല്ലാം കൂടി ഇട്ടൊന്ന് മൂപ്പിക്കാം. പിന്നെ എന്നിട്ട് നമുക്ക് ആ ഇലയും സവാളയും എല്ലാം കൂടെ അരിഞ്ഞത് അങ്ങോട്ടിട്ട് ഒന്നിളക്കി നമുക്കതിൻ്റെ പുറത്തോട്ട് തുമരയിട്ട് പരിപ്പ് വേവിച്ചത്, സാമ്പാർ പരിപ്പാണേ, അത് വേവിച്ചത് അങ്ങോട്ടിട്ട് അതിൻ്റെ മുകളിൽ അരപ്പിട്ട് ഒരിച്ചിരി ജാറ് കഴുകിയ വെള്ളവും കൂടി ഒഴിച്ച് ഉപ്പും ഇട്ട് നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം. സാധാരണ നമ്മുടെ പച്ചച്ചീര, ചുമന്ന ചീര, വേലിച്ചീര പോലല്ല, ഒരിച്ചിരി വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് വേവിക്കാം. കുഴഞ്ഞൊന്നും പോകത്തൊന്നുമില്ല കേട്ടോ. പിന്നെ തന്നെ ഇത് അരിയുമ്പോഴേ അതിൻ്റെ ഒരു മണം പോലെ തോന്നുമ്പോൾ നമുക്കിതിനൊരു കൂട്ടാനൊരു ഇൻട്രസ്റ്റ് തോന്നത്തില്ല. പക്ഷേ വെന്ത് കഴിയുമ്പോൾ അടിപൊളി സൂപ്പർ ടേസ്റ്റാണ്. നമ്മുടെ പച്ചച്ചീരയെക്കാട്ടി രുചിയാണ്. പിന്നെ പരിപ്പൂടി ഇട്ടത് കൊണ്ട് സൂപ്പറാണ്. അപ്പോൾ ഇല മാത്രം തോരൻ വെച്ചാൽ അങ്ങനെ ഇരിക്കും എന്നെനിക്കറിയത്തില്ല, ഞാനങ്ങനെ തോരൻ വെച്ചിട്ടില്ല. പക്ഷേ പരിപ്പൂടി ഇടുന്നതുകൊണ്ട് അതിൻ്റെ ആ ടേസ്റ്റ് സൂപ്പറായിട്ട്. കണ്ടോ, നമ്മൾ തോരൻ ഇങ്ങനെ വെന്ത് റെഡിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഞാനൊരു കൊച്ചു പാത്രത്തിലോട്ട് മാറ്റട്ടെ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിഭവം ചായാമൻസ് തോരനാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ കൊള്ളാമെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം. അപ്പം നമ്മൾ വേറൊരു വീഡിയോ ആയിട്ട് എളുപ്പം വരാം. നമ്മുടെ തോരൻ കണ്ടോ, അടിപൊളി തോരനാണ്. അപ്പം നമുക്ക് വീണ്ടും കാണാം. ഓക്കേ.